Hello guys and welcome back to Best Capex. Hyundai അവരുടെ സെക്കൻഡ് ജനറേഷൻ സാൻട്രോയുടെ പ്രൊഡക്ഷൻ നിർത്തിയ കാര്യം നിങ്ങൾ എന്തായാലും അറിഞ്ഞു കാണുമായിരിക്കും. ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് സാൻട്രോ എന്തുകൊണ്ടാണ് ഫ്ലോപ്പ് ആയത്, അതുപോലെ തന്നെ സാൻട്രോ നിർത്തിപ്പോയ ഒരു സ്പോട്ടിലേക്ക് ഇനി വേറെ ഏതൊരു വാഹനമാണ് വരാൻ സാധ്യതയുള്ളത് എന്നാണ്. ഈ സാൻട്രോ എന്ന് പറയുന്ന വാഹനം ആക്ച്വലി 1999 ലോഞ്ച് ചെയ്തത്. അവർ 1998 ഈ വാഹനം ഇന്ത്യയിലൊരു മോട്ടോർ ഷോയിൽ കാണിച്ചത്. അങ്ങനെ 22 വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ സാൻട്രോയുടെ പ്രൊഡക്ഷൻ വീണ്ടും അവസാനിക്കുന്നത്. ഇതിനു മുമ്പ് ഈ ഫസ്റ്റ് ജനറേഷൻ മോഡലിന് തന്നെ ഒരു ഫേസ് ലിഫ്റ്റ് വേർഷൻ ഉണ്ടായിരുന്നു, സാൻട്രോ സിംഗ്. അത് 2014 അവർ പ്രൊഡക്ഷൻ നടത്തിയത്. പക്ഷേ ആ സമയമൊക്കെ ആയപ്പോഴേക്കും ഐട്ടനൊക്കെ അവർ ലോഞ്ച് ചെയ്ത് അത്യാവശ്യം നല്ല സക്സസ്ഫുൾ ആയിട്ട് തന്നെ വാഹനം പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് സാൻട്രോയുടെ സെയിൽസ് ആ സമയത്ത് കുറഞ്ഞത്. അങ്ങനെയാണ് അവരെ വാഹനം അപ്പം നിർത്തുന്നത്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഹ്യുണ്ടായുടെ ഏറ്റവും എൻട്രി ലെവൽ വാഹനം. ഇതിൽ താഴെ വേറൊരു വാഹനം അവർക്ക് ഇന്ത്യയിൽ വരുന്നില്ല. അതുകൊണ്ട് തന്നെ അന്നിപ്പോൾ സാൻട്രോ സിംഗിൻ്റെ പ്രൊഡക്ഷൻ നിർത്താനുള്ള കാരണം ഐട്ടൻ ആയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഈ വാഹനത്തിന് പ്രൊഡക്ഷൻ നിർത്താനുള്ള കാരണം ഹ്യുണ്ടായുടെ ഗ്രൂപ്പിൽ നിന്ന് വേറൊരു വാഹനമല്ല, സാൻട്രോ തന്നെയാണ് അതിൻ്റെ കാരണം. ഈ സാൻട്രോ എന്ന് പറഞ്ഞാൽ ശരിക്കും 1998 ഇവിടെ ഇറങ്ങുന്ന സമയത്ത് ഒരുപാട് പരസ്യങ്ങളൊക്കെ വന്നായിരുന്നു. ഷാരൂഖ് ഖാനൊക്കെ ആയിരുന്നു അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റിലൊക്കെ ഉണ്ടായിരുന്ന. അപ്പോൾ ഹ്യുണ്ടായി ഇന്ത്യയിൽ ഇപ്പോൾ എങ്ങനെയാണോ നിൽക്കുന്നത്, ഈ ഒരു പൊസിഷനിൽ എത്താനുള്ളൊരു മെയിൻ കാരണം ഹ്യുണ്ടായുടെ ഈ സാൻട്രോ എന്ന് പറയുന്ന വാഹനം തന്നെയാണ്. അത് ഇറങ്ങിയ സമയത്ത് വളരെ വാല്യൂ ഫോർ മണി ആയിട്ടുള്ളൊരു വാഹനമായിരുന്നു സാൻട്രോ. അക്കാലത്തെ എല്ലാ വാഹനങ്ങളുടെയും കമ്പാരിസണിൽ ഈ വാഹനത്തിൽ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടായിരുന്നു, എഞ്ചിൻ കൂടുതൽ റിഫൈൻഡ് ആയിരുന്നു, സ്പേസ് ഉണ്ടായിരുന്നു, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും സാൻട്രോ ഒരുപടി മുന്നിലായിരുന്നു. അങ്ങനെ നല്ലൊരു വാല്യൂ ഫോർ മണി ഓഫറിംഗ് ആയിരുന്നു അന്നത്തെ കാലത്ത് സാൻട്രോ. പക്ഷേ ഇന്നത്തെ കാലത്ത് നോക്കുകയാണെങ്കിൽ ഈ വാഹനം ഭയങ്കര വാല്യൂ ഫോർ മണി ആയിട്ടൊന്നും പറയാൻ പറ്റില്ല. 2018 ഒക്ടോബറൊക്കെ ആയപ്പോഴാണ് അവർ ഈ ഒരു വാഹനം ലോഞ്ച് ചെയ്യുന്നത്, അതായത് ഇതിൻ്റെ സെക്കൻഡ് ജനറേഷൻ മോഡൽ. അതായത് ഈ വാഹനം ഇറങ്ങിയിട്ട് ഇതുവരെ 4 വർഷം തികച്ചും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. 4 വർഷം ആവുന്നേ ഉള്ളൂ, 3.5 വർഷം കഴിഞ്ഞെന്ന് വേണമെങ്കിൽ പറയാം. ഇത്രയും കാലം കൊണ്ട് ഈ സെക്കൻഡ് ജനറേഷൻ സാൻട്രോയ്ക്ക് ടോട്ടൽ ഇതുവരെ കിട്ടിയിരിക്കുന്ന സെയിൽസ് ജസ്റ്റ് 1.46 ലാക്സ് ആണ്. ഈ 1.46 അല്ലെങ്കിൽ 1.47 ലാക്സിൻ്റെ സെയിൽസ് ഈ വാഹനത്തിന് ടോട്ടൽ കിട്ടിയെന്ന് പറഞ്ഞാൽ അതത്ര മോശമാണെന്നൊന്നും നമുക്ക് ഒരു രീതിയിലും പറയാൻ പറ്റില്ല. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു വർഷം ഏകദേശം ഒരു 50,000 യൂണിറ്റ്സ് വെച്ച് നമുക്ക് ആവറേജ് ചെയ്ത് കൂട്ടാം. അപ്പോൾ അങ്ങനെ നോക്കിയാലും ഇതിന് എന്തായാലും ഒരു മാസം 5,000-ൽ താഴെയാണ് അപ്പോൾ ആവറേജ് സെയിൽസ് തന്നെ വരുന്നത്. ഈ വാഹനം ഇറങ്ങിയ കാലത്തൊക്കെ ഇതിന് അത്യാവശ്യം വലിയ തിരക്കേടില്ലാത്ത സെയിൽസ് കിട്ടുമായിരുന്നു. പക്ഷെ അപ്പോഴും ഭയങ്കര ഗംഭീര സെയിൽസ് ഒന്നും അല്ലായിരുന്നു. ഒരു 5,000 യൂണിറ്റ്സിന് ഇടയിലൊക്കെ തന്നെയാണ് ആ സമയത്തും ഈ വാഹനത്തിന് സെയിൽസ് കിട്ടിക്കൊണ്ടിരുന്നത്. വാഗണാറിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ സെയിൽസ് കിട്ടിക്കൊണ്ടിരുന്ന കാലമായിരുന്നു അത്. അത് കഴിഞ്ഞ് 2019 മാരുതി സുസുക്കിയുടെ 3rd ജനറേഷൻ വാഗണാർ വരുന്നത്. അതോടുകൂടി പിന്നെ സാൻട്രോയുടെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായതുപോലെ ആയി. ആദ്യകാലങ്ങളിൽ 5,000 യൂണിറ്റ്സ് ഉണ്ടായിരുന്നെങ്കിൽ അത് പിന്നെ 4,000 ആയി, പിന്നെ 3,000 ആയി. അങ്ങനെ അവസാന കാലത്തിലേക്ക് വന്നപ്പം, അതായത് ഇക്കഴിഞ്ഞ കുറച്ച് മാസങ്ങളിൽ സാൻട്രോയുടെ സെയിൽസ് നോക്കുകയാണെങ്കിൽ മിക്കവാറും ഒക്കെ 1,500 മുതൽ 2,500 യൂണിറ്റ്സിന് ഇടയിലൊക്കെയാണ് ഒരു മാസം ആ വാഹനത്തിന് സെയിൽസ് വന്നുകൊണ്ടിരുന്നത്. അത് ഡിമാൻഡ് കുറവായതുകൊണ്ട് തന്നെയാണ്. പക്ഷേ വാഗണാറിൻ്റെ കാര്യം അങ്ങനെയല്ലായിരുന്നു. മിക്കവാറും ഒക്കെ 20,000-ന് മുകളിലായിരുന്നു ഈ വാഹനത്തിന് സെയിൽസ് കിട്ടിക്കൊണ്ടിരുന്നത്. ഇതിൻ്റെ 3rd ജനറേഷൻ ഇറങ്ങി കഴിഞ്ഞിട്ട്. സെക്കൻഡ് ജനറേഷനും ഫസ്റ്റ് ജനറേഷനും ഒക്കെ സക്സസ്ഫുൾ ആയിരുന്നു. 3rd ജനറേഷൻ ഇറങ്ങിയപ്പം അതൊന്നും കൂടെ സക്സസ്ഫുൾ ആയെന്ന് മാത്രം. അത് കഴിഞ്ഞ് ഇന്നത്തെ അവസ്ഥയിൽ നോക്കുകയാണെങ്കിൽ ഈ സെമി കണ്ടക്ടർ ചിപ്പ് ഷോർട്ടേജ് എല്ലാ കാര്യങ്ങളുടെയും അവസ്ഥ കൺസിഡർ ചെയ്താൽ നമ്മൾ ഈ ടോപ്പ് 10 ലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ നമ്പർ 1 അല്ലെങ്കിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ നമ്പർ 2-ൽ വാഗണാർ എന്തായാലും ഉണ്ടാവും. പക്ഷേ ഈ സെക്കൻഡ് ജനറേഷൻ സാൻട്രോ ഇറങ്ങിക്കഴിഞ്ഞപ്പം ഇതങ്ങനെ വാല്യൂ ഫോർ മണി എന്നൊന്നും നമുക്കൊരു രീതിയിലും പറയാൻ പറ്റില്ല. കാരണം ഓക്കെ, ഇതിൻ്റെ പ്രൈസിംഗ് ഒക്കെ കുഴപ്പമില്ലായിരുന്നു. മറ്റുള്ള വാഹനങ്ങളെക്കാൾ ആ സമയത്തുണ്ടായിരുന്ന വാഗണാറിനേക്കാൾ ഏകദേശം കുറച്ചും കൂടി ഇതിൻ്റെ പ്രൈസ് കൂടുതലായിരുന്നു. പക്ഷെ എന്നാൽ പോലും ഇതിൻ്റെ ഇൻറ്റീരിയറിലൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്കൊരു ചീപ്പ് ഫീലിംഗ് എന്തായാലും ഉണ്ടാവില്ല. ഒരു എൻട്രി ലെവൽ വാഹനമായിട്ടും തോന്നാത്തൊരു വാഹനമായിരുന്നു സാൻട്രോ. അതിപ്പോൾ ഹ്യുണ്ടായുടെ ഏതൊരു വാഹനം അങ്ങനെ തന്നെയാണ്. അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ഒരു ചീപ്പ് ഫീലിംഗ് ഉണ്ടാവില്ല. ഒരുപാട് കോസ്റ്റ് കട്ടിങ് എന്തായാലും ഈ ഒരു വാഹനത്തിലുണ്ടായിരുന്നു. ഇതിൻ്റെ സ്റ്റിയറിംഗിൽ പോലും അവർ ക്രോം ഹ്യുണ്ടായുടെ ലോഗോ കൊടുത്തിട്ടില്ലായിരുന്നു. അതൊരു വളരെ ബ്ലാക്ക് പ്ലെയിൻ ബേസിക് അങ്ങനെയാണ് കൊടുത്തിരുന്നത്. പിന്നെ 1.1 ലിറ്റർ 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിലുണ്ടായിരുന്നത്. അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ഓൾറൗണ്ടർ പ്രൊഡക്റ്റ് ആയിരുന്നത്. സേഫ്റ്റി 2 സ്റ്റാർ റേറ്റഡ് ആണ്, വാഗണാറിന് 2 സ്റ്റാർ ആണ്. ഇതിൻ്റെ എഞ്ചിൻ അങ്ങനെ ഭയങ്കര പെപ്പി ആയിട്ടുള്ള എഞ്ചിനൊന്നും അല്ല നമ്മൾ വാഗണാറിൻ്റെ 1 ലിറ്ററിന് അല്ലെങ്കിൽ 1.2 ലിറ്ററിന് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ. പക്ഷെ എന്നാൽ പോലും ഒരു ആവറേജ് സിറ്റി യൂസിന് അത്യാവശ്യം നല്ല ലോ എൻഡ് ഒക്കെ ഉള്ളൊരു ഡീസൻറ്റ് എഞ്ചിനാണ്, ഒരു ആവറേജ് എഞ്ചിനായിരുന്നു അത്. പുതിയ വാഗണാറിന് അത്രയും ഒന്നും സ്പേസ് സാൻട്രോയിലില്ലായിരുന്നു. അത്രയും ഫീച്ചേഴ്സ് ഈ വാഹനത്തിലില്ല എന്ന് പറയാം. ഫീച്ചേഴ്സ് ഈ സെഗ്മെൻറ്റിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നത് ടാറ്റയുടെ ടിയാഗോയിലാണ്, അത് കഴിഞ്ഞ് വാഗണാറിലാണ്, അത് കഴിഞ്ഞാണ് സാൻട്രോയിൽ ഫീച്ചേഴ്സ് വരുന്നത്. ഇതിലാകെ എക്സ്ക്ലൂസീവ് ആയിട്ടുണ്ടായിരുന്ന റിയർ AC വെൻസ് ആണ്. എന്തായാലും ഇനിയിപ്പോൾ ഈ വാഹനത്തിന് റീപ്ലേസ്മെൻ്റ് ആയിട്ട് പുതിയൊരു വാഹനം വരികയാണെങ്കിൽ അത് ഏതായിരിക്കും എന്ന് നമുക്ക് നോക്കാം. ഇതിനിപ്പോൾ കൂടുതൽ ചാൻസ് ഉള്ളത് ഹ്യുണ്ടായി ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവരിങ്ങനെ പല പല വാഹനങ്ങളുടെയും പ്രൊഡക്ഷൻ നിർത്തുന്നത് അവർക്ക് ഇനി കൂടുതൽ ഡിമാൻഡ് വരുന്ന ക്രോസ് ഓവേഴ്സിൻ്റെ അല്ലെങ്കിൽ കോമ്പാക്ട് SUVസിൻ്റെ ഒക്കെ പ്രൊഡക്ഷൻ കൂട്ടാനാണെന്നാണ്. ഇനി ഈ ഒരു സ്പേസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇനി മുതൽ ഹ്യുണ്ടായുടെ എൻട്രി ലെവൽ വാഹനം മിക്കവാറും ഗ്രാൻഡ് ആയിട്ട് ന്യൂസ് ആവും. സാൻട്രോയുടെ പ്രൊഡക്ഷൻ അവർ എന്തായാലും നിർത്തി. അതിന് താഴെ ഉണ്ടായിരുന്ന ഇയോണും കുറച്ചു കാലം മുമ്പ് തന്നെ നിർത്തിയായിരുന്നു. അതൊക്കെ അട്ടർ ഫ്ലോപ്പ് ആയിട്ടുള്ള വാഹനങ്ങളായിരുന്നു.
അത് കഴിഞ്ഞ് ഇനി എന്ത് എന്നുള്ളതാണ് ഒരു ചോദ്യം. എന്തായാലും ഹ്യുണ്ടായി അവരുടെ ഏറ്റവും എൻട്രി ലെവൽ സെഗ്മെന്റിൽ ഇറക്കിയിരിക്കുന്ന ഈ അടുത്തിറക്കിയിരിക്കുന്ന വാഹനങ്ങൾ, അത് പിയോൺ, സാൻട്രോ എല്ലാം ഫ്ലോപ്പാണ്. അത് കഴിഞ്ഞ് ഇനി അവരൊരു വാഹനം ഇറക്കുമോ എന്നതാണ് ഒരു ചോദ്യം. പക്ഷേ ഇനി ഇറക്കുകയാണെങ്കിൽ ഏതാണ് ഇറക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് അടുത്ത ചോദ്യം. കുറച്ചു കാലം മുമ്പ്, അതായത് 2021 ഹ്യുണ്ടായി അവരുടെ കാസ്പർ എന്ന് പറയുന്ന വാഹനം സൗത്ത് കൊറിയയിൽ അൺവീൽ ചെയ്തിരുന്നു. ഈ വാഹനം ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിനെ പറ്റിയൊക്കെ കുറച്ച് പ്ലാൻസ് ഇങ്ങനെ ചർച്ചയിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ അത് ഡ്രോപ്പ് ഔട്ട് ചെയ്തു. കാരണം ഈ വാഹനം ജസ്റ്റ് 3.6 മീറ്റേഴ്സ് ആയിരുന്നു ലെങ്ത്തിന്റെ കാര്യത്തിൽ, വിട്ട് വളരെ കുറവാണ്. ഇപ്പോൾ ഇന്ത്യയിൽ നമ്മളൊരു പഞ്ചിന്റെ കമ്പാരിസണിലൊക്കെ ഇറക്കാൻ പറ്റിയ ഒരു വാഹനമാണ് ഇതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ ഡയമെൻഷൻസ് ഒക്കെ അതിനേക്കാൾ വളരെ കുറവാണ്. പഞ്ചിനേക്കാൾ ഫീച്ചേഴ്സ് ഒക്കെ ഒരു വാഹനത്തിലുണ്ട്. പക്ഷെ അതിപ്പോൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇതൊരു എന്തായാലും ഒരു ടിപ്പിക്കൽ ഹ്യുണ്ടായി ആണല്ലോ. പക്ഷെ അതല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ ഈ വാഹനം ഇപ്പോൾ ഇവരൊരു 5.5 lakhs അല്ലെങ്കിൽ 6 lakhs എന്ന് പറയുന്ന ഒരു പ്രൈസ് പോയിന്റിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അധികം ആൾക്കാർ ഈ ഒരു വാഹനം വാങ്ങാനുള്ള സാധ്യതയില്ല. കാരണം ആ പ്രൈസ് പോയിന്റിൽ തന്നെയാണ് പഞ്ച് വരുന്നത്. അതിന് ഇതിനേക്കാൾ കൂടുതൽ സൈസ് ഉണ്ട്. നമ്മളെപ്പോഴും എമൗണ്ട് കൊടുക്കുന്ന സമയത്ത്, അതായത് കാശ് കൊടുക്കുന്ന സമയത്ത് ആ വണ്ടിക്ക് എത്രയും സൈസ് ഉണ്ടോ എന്നാണ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സെറ്റൻ C5 എയർക്രോസ് എത്ര പേര് വാങ്ങുന്നുണ്ട്. എല്ലാ മാസവും 50 യൂണിറ്റിനടുത്തൊക്കെയാണ് അതിന് സെയിൽസ് വരുന്നത്. ഇന്ത്യയിൽ ആകെ സൈസ് ടു പ്രൈസ് റേഷ്യോ നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരേ ഒരു വാഹനമേ ഉള്ളൂ, അതാണ് കോമ്പസ്. എല്ലാ മാസവും 1000 യൂണിറ്റ്സിനടുത്തൊക്കെ കോമ്പസിന് എങ്ങനെ വന്നാലും സെയിൽസ് കിട്ടുന്നുണ്ട്, അത് ഇത്രയും കാലമായിട്ടും. എന്തായാലും നമുക്ക് നോക്കാം. അവർ ഈ ഒരു വാഹനം കൊണ്ടുവരുമ്പം സാൻഡ്രോയുടെ പ്രൈസ് പോയിന്റിൽ കൊണ്ടുവരികയാണെങ്കിൽ, സാൻഡ്രോ എന്ന് പറയുമ്പം അത് ഏകദേശം 5 to 8 lakhs അണ്ടറിൽ വരുന്നൊരു വാഹനമായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രൈസിൽ കൊണ്ടുവരികയാണെങ്കിൽ എന്തായാലും ഒരു മാർക്കറ്റ് ഈ വാഹനത്തിന് ചിലപ്പോൾ കിട്ടിയേക്കാം എന്ന് പറയാം. ഇപ്പോൾ പഞ്ചിൻ്റെ സെയിൽസ് നോക്കുകയാണെങ്കിൽ തന്നെ എല്ലാ മാസവും 9,000 മുതൽ 10,000 വരെ പഞ്ചിന് ഈസി ആയിട്ട് സെയിൽസ് കിട്ടുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ ഈ ടോപ്പ് 10 സെയിൽസുള്ള വാഹനത്തിൻ്റെ കൂട്ടത്തിൽ നോക്കുകയാണെങ്കിൽ 9ാമത്തെ അല്ലെങ്കിൽ 10ാമത്തെ പൊസിഷനിലും പഞ്ച് മിക്കവാറും ഇപ്പോൾ ഈ അടുത്തൊക്കെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് ഈ സെഗ്മെന്റ് എന്ന് പറയുന്നത് എന്തായാലും അത്യാവശ്യം ഡിമാൻഡുള്ള സെഗ്മെന്റ് ആണ്. ടാറ്റയുടെ അൾട്രോസിനേക്കാൾ കൂടുതൽ സെയിൽസ് കിട്ടുന്നതും ഇപ്പോൾ പഞ്ചിന് തന്നെയാണ്. അപ്പോൾ ഹ്യുണ്ടായി ഇങ്ങനൊരു വാഹനം നല്ലൊരു പ്രൈസ് പോയിന്റിൽ ഇറക്കുകയാണെങ്കിൽ അവർക്ക് എന്തായാലും സക്സസിനുള്ളൊരു ഹോപ്പ് ഉണ്ട്. മാത്രമല്ല ഇതിൽ കുറച്ച് റീ എഞ്ചിനീയറിംഗ് ചെയ്യണം. പുറത്തുള്ള അതേ വാഹനം ഇവിടെ കൊണ്ട് ഇറക്കി കഴിഞ്ഞാൽ എന്തായാലും ഒരു കാര്യമില്ല. അതിൽ കുറച്ചും കൂടെ ഡയമെൻഷൻസിലൊക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് കുറച്ചും കൂടെ ഫീച്ചേഴ്സൊക്കെ കോസ്റ്റ് കട്ട് വേണമെങ്കിൽ ചെയ്യാം. കാരണം ഈ വാഹനത്തിൽ ഈ പ്രൈസ് പോയിന്റിലും വേണ്ടാത്ത കുറച്ച് ഫീച്ചേഴ്സ് കൂടി വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. ഈ വാഹനത്തിൽ പുറത്തൊക്കെ, അതായത് സൗത്ത് കൊറിയയിലൊക്കെ വരുന്ന 17 ഇഞ്ച് അലോയ് വീൽസ് ആണ്. ഇന്ത്യയിൽ 17 ഇഞ്ച് അലോയ് വീൽസ് എന്ന് ഈ ഒരു സെഗ്മെന്റ് ഒരാളും എക്സ്പെക്ട് ചെയ്യില്ല. പഞ്ചിലാണെങ്കിൽ തന്നെ 16 ഇഞ്ചാണ് വരുന്നത്. മാത്രമല്ല ഇതിൻ്റെ ടയേഴ്സിൻ്റെ പ്രൊഫൈലാണെങ്കിലും വളരെ ചെറുതാണ്. അപ്പോൾ ഇന്ത്യൻ കണ്ടീഷൻസിൽ ഒരിക്കലും പറ്റിയൊരു സൈസിലുള്ള വീൽസ് അല്ലത്. പിന്നെ ഈ വാഹനത്തിൻ്റെ ഇൻഫോടൈം സിസ്റ്റത്തിൻ്റെ സൈസ് അല്ല നല്ല വലിയ സൈസിലുള്ള ഇൻഫോടൈം സിസ്റ്റം ആണ്. പക്ഷേ എന്നാൽ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ആൾക്കാർ കുറച്ചുകൂടെ നോക്കുന്ന ക്രൈറ്റീരിയാസ് ഉണ്ട്. സ്പേസ് അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൈസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ സ്പേസിൻ്റെ കാര്യത്തിൽ ഈ വാഹനം കുറച്ച് പുറകിലാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് നമ്മുടെ ഈ ഒരു പ്രൈസിൽ വരികയാണെങ്കിലുള്ള കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവരിന് കുറച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടത്. എന്തായാലും ഇനിയും ഒരു നെക്സ്റ്റ് ജനറേഷൻ സാൻട്രോ അല്ലെങ്കിൽ ഒരു 3rd ജനറേഷൻ സാൻട്രോ വരും എന്ന് എനിക്ക് വലിയ ഹോപ്പൊന്നുമില്ല. അത് വരികയാണെങ്കിൽ തന്നെ ഇങ്ങനെയൊരു ടിപ്പിക്കൽ ടോൾ ബോയ് ഡിസൈനുള്ള ഹാച്ച് ബാക്ക് എന്ന് പറയുന്ന ഫോമിൽ ഫോളോ ചെയ്ത് വന്നു കഴിഞ്ഞാലും വലിയൊരു ഹോപ്പൊന്നുമില്ല. പിന്നെ ഈ 2nd ജനറേഷൻ സാൻട്രോ വന്നത് ഒരു രീതിയിലും അങ്ങനെ വലിയൊരു ടോൾ ബോയ് ഡിസൈനുള്ള വാഹനമൊന്നും അല്ലായിരുന്നു. ഒരു ടിപ്പിക്കൽ ടോൾ ബോയ് ഡിസൈൻ എന്ന് പറയണമെങ്കിൽ അത് വാഗണറാണ് അല്ലെങ്കിൽ 1st ജനറേഷൻ സാൻട്രോ ഒക്കെയാണ്. ഇതെന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഹാച്ച് ബാക്ക് പോലത്തെ ഒരു വാഹനം തന്നെയായിരുന്നു. അതുപോലത്തെ ഒരു ബോഡി സ്റ്റൈൽ എന്തായാലും ഇനി ഇന്ത്യയിൽ വർക്കൗട്ട് ആവില്ല. കാരണം ഇന്ത്യയിൽ ആ ഒരു ട്രെൻഡ് തന്നെ ഇപ്പോൾ പതുക്കെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ എൻട്രി ലെവൽ ഹാച്ച് ബാക്സിൻ്റെ. അപ്പോൾ ഇവരെന്തെങ്കിലും സാൻട്രോ എന്ന് പറഞ്ഞ പേരിൽ ഇനി ഒരു ക്രോസ് ഓവർ SUV കൊണ്ടുവരികയാണെങ്കിൽ തന്നെ ചിലപ്പോൾ ആൾക്കാർ വാങ്ങും. പക്ഷേ സാൻട്രോ ഒരു ഹാച്ച് ബാക്ക് ആയിട്ട് ഇനി 3rd ജനറേഷൻ മോഡൽ കൊണ്ടുവരികയാണെങ്കിൽ ചിലപ്പോൾ ആരും വാങ്ങില്ല. എനിവേ ഗായ്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്തേക്കുക. ഇതുപോലുള്ള വാഹനങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റ്സും ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ആ ബെൽ ബട്ടനോട് പ്രസ് ചെയ്ത് അത് ഓൾ നോട്ടിഫിക്കേഷൻസ് ആക്കി വയ്ക്കുകയാണെങ്കിൽ ഞങ്ങളുടെ അപ്പം വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.